കുറച്ച് ദിവസങ്ങളായിട്ട് പി എസ് സിക്ക് മൊത്തം ക്രമക്കേടുകളാണ്. ഇന്ന് പുറത്തു വന്നിരിക്കുന്നത് പി എസ് സിയുടെ LGS പ്രിലിം എക്സാമിന്റെ രാവിലെ ഉച്ചയ്ക്കുമായിട്ടാണ് അവർ നടത്താനിരുന്നത്. ഉച്ചയ്ക്ക് നടത്തേണ്ടിയിരുന്ന എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ മാറി രാവിലെ നൽകിയതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ശരിക്കും ഇത്രയും വലിയൊരു പരീക്ഷ നടത്തുമ്പോൾ ഇത്രയും ഒരു അലസ്യമായിട്ട് ചെയ്യുന്നത് അലസ്യമായി ചെയ്യുന്നതിനെതിരെ എന്താണ് പറയാനുള്ളത്? ഈ എത്ര നടപടി അല്ലെങ്കിൽ എത്ര കൊണ്ടാലും പഠിക്കാത്ത കുറച്ച് ആ ഒരു വകുപ്പ് എന്ന് വേണമെങ്കിൽ നമുക്ക് PSC പറയാം. ഇന്ന് ശരിക്കും പറഞ്ഞാൽ അത് നിസാരവൽക്കരിച്ച് കളയേണ്ട ഒരു കാര്യമല്ല. അത് എത്രത്തോളം വിദ്യാർത്ഥികൾ, ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികളാണ് ഇന്ന് ആ ഒരു എക്സാം എഴുതാൻ വേണ്ടി സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിൽ വിവിധ സെന്ററുകളിലായിട്ട് പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ ഈ ആലപ്പുഴയിലെ ഈ ഒരു സെന്ററിൽ സംഭവിച്ച ഈ ഒരു അബദ്ധം കാരണം, അബദ്ധം എന്നല്ല, അത് എന്താ പറയുക, ഒരു ശ്രദ്ധക്കുറവോ അല്ലെങ്കിൽ ഒരു നിരുത്തരവാദിത്വപരമായിട്ടുള്ള ഒരു സമീപനം ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു അലക്ഷ്യമായിട്ടുള്ള ഒരു കൈകാര്യം ചെയ്യൽ, അത് പ്രകാരമാണ് ഈ ഒരു പരീക്ഷ ഇത്രമേൽ തകിടം മറിയാൻ അല്ലെങ്കിൽ ഈ ഒരു അട്ടിമറി സംഭവിക്കാൻ ഒരു പ്രധാന കാരണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഒരു എക്സാം തുടങ്ങുന്നതിന് മുമ്പ് 3 മാസം മുമ്പ് അല്ലെങ്കിൽ 3 മാസം മുമ്പ് ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളുണ്ട്. ഈ PSC മാത്രമായിട്ട് ലക്ഷ്യമിട്ട് എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് PSCക്ക് വേണ്ടി സ്വയം അർപ്പിച്ച് കഷ്ടപ്പെടുന്ന കുറേ ഉദ്യോഗാർത്ഥികളുണ്ട്. നമ്മളിപ്പോൾ കാണുന്നില്ലേ ഈ സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആ ഒരു LPSP അധ്യാപകരുടെ ആ ഒരു സമരം കാണുന്നില്ലേ? അതുപോലെ തന്നെ ഈ കുറേ കാലമായിട്ട് പഠിച്ച് ഇന്നത്തെ ഈ ഒരു ഡേറ്റിന് വേണ്ടി ഈ കഷ്ടപ്പെട്ട ഈ ഒരു ഉദ്യോഗാർത്ഥികളുടെ ആ ഒരു വിയർപ്പ് അല്ലെങ്കിൽ ആ ഒരു കഷ്ടപ്പാടാണ് ഇന്ന് ഈ ഒരു അലക്ഷ്യം കൊണ്ട് സംഭവിച്ചു പോയത്, ഉദ്യോഗസ്ഥർ ആ ഒരു അലക്ഷ്യം കൊണ്ട് സംഭവിച്ചു പോയത്. ഇതിന് ഒരു കാരണവശാലും നീതീകരിക്കാനാവും. ഇതുപോലെ ഒരു വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ കർശനമായ നടപടി സർക്കാർ തലത്തിൽ ഉടനെ ഉണ്ടാവണമെന്നാണ്. കാരണം PSC ഇന്നും ഇന്നലെ തുടങ്ങിയതല്ലോ. അത് ഈ കഴിഞ്ഞ ഈ ആസൂത്രണ ബോർഡ് കമ്മീഷൻ ഈ ഒരു പരീക്ഷ മുതൽ അല്ലെങ്കിൽ ആ ഒരു പരീക്ഷയ്ക്ക് നടത്തിയിരുന്ന തയ്യാറെടുപ്പ് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട പ്രൊസീജിയറിൽ തുടങ്ങിയ ഈ ഒരു അട്ടിമറി അല്ലെങ്കിൽ കള്ളക്കളി അത് ഇന്ന് വരെ വന്ന് നിൽക്കുകയാണ്. സർക്കാർ മാറിയിട്ടും ഈ ഒരു PSCക്ക് എന്തേ മാറാൻ പറ്റാത്തത് എന്നാണ് ജനങ്ങൾ പൊതുവെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അല്ലെങ്കിൽ കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് വരെ ഈ ആസൂത്രണ ബോർഡ് കമ്മീഷന്റെ ആ ഒരു പരീക്ഷയുടെ പേരിൽ നടന്ന അട്ടിമറിയുടെ പേരിൽ ക്രൈംബ്രാഞ്ചിന്റെ ഇൻവെസ്റ്റിഗേഷൻ നടക്കുകയായിരുന്നു. ഈ ക്രൈംബ്രാഞ്ചിന് ഈ അല്ലെങ്കിൽ ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ട, അതായത് എഴുതിയ മാർക്ക് ലിസ്റ്റ് അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികളുടെ വിവരങ്ങൾ അല്ലെങ്കിൽ ഈ ഇന്റർവ്യൂവിന് വിളിച്ച വിദ്യാർത്ഥികളുടെ വിവരങ്ങൾ, അത് മാത്രമല്ല ഈ പരീക്ഷയുടെ ബന്ധപ്പെട്ട ചോദ്യപേപ്പറോ ഇതുപോലുള്ള ഡീറ്റെയിൽസോ ഒന്നും കൊടുക്കാൻ PSC തയ്യാറായിരുന്നില്ല. വിവരാവകാശ കമ്മീഷൻ പ്രകാരം അല്ലെങ്കിൽ ആ ഒരു കമ്മീഷന്റെ ഉത്തരവ് പ്രകാരം നൽകിയ ആ ഒരു ചോദ്യത്തിനാണ് ആ ഒരു പുല്ല് വില കൽപ്പിച്ച് PSC മുന്നോട്ട് ഒരു അഹംഭാവത്തോടെ മുന്നോട്ട് നടന്നിരുന്നത്. ഇതിന്റെ പിന്നിലെല്ലാം ആരാണെന്ന് പൊതുജനങ്ങൾക്ക് മുഴുവനായിട്ട് അറിയാം. പക്ഷെ എന്നിട്ടും ഒന്നും അറിയാത്ത പോലെ PSC എന്ന ഒരു സുതാര്യമായിട്ടുള്ള ഒരു സ്ഥാപനത്തിന് കളങ്കം വരുത്താൻ വേണ്ടി മാത്രം കുറെ പേർ അതിന്റെ ഉള്ളിൽ ഇരിപ്പുണ്ട്. അവരുടെ ആ ഒരു ചട്ടവിരുദ്ധമായിട്ടുള്ള കുറച്ച് ക്രമക്കേടുകളുടെ ഒരു ബാക്കി പത്രമാണെന്ന് വേണമെങ്കിൽ പറയാം ഇന്ന് നടന്ന സംഭവം. ഇനി ഒരു പുതുക്കിയ ഡേറ്റിന് വേണ്ടി എത്ര ദിവസം ഇവർ കാത്തിരിക്കേണ്ടി വരും? ഇപ്പോൾ ഈ ഒരു സ്റ്റേജ് കഴിഞ്ഞ് ഇപ്പൊ ജൂലൈ അവസാനമായല്ലോ. ഇപ്പൊ ഇനി ഒരു ഓഗസ്റ്റോടെ അല്ലെങ്കിൽ സെപ്റ്റംബറോടെങ്കിലും എടുക്കും ഈ ഒരു പരീക്ഷ ഇത് രണ്ടാമതൊന്ന് നടത്തിയെടുക്കണമെങ്കിൽ. അങ്ങനെ പെട്ടെന്നൊന്നും ഈ ഒരു പരീക്ഷ ഉടനെ നടത്താനുള്ള ഒരു എന്താ പറയുക, നമ്മൾ സാധാരണ സ്കൂളിൽ ടെസ്റ്റ് പേപ്പർ ഇടുമ്പോൾ ടീച്ചർ വരാത്ത ദിവസം ആ ഒരു പേപ്പർ നടന്നില്ലെങ്കിൽ പിറ്റേ ദിവസത്തേക്ക് മാറ്റി വെക്കില്ല. അതുപോലെ നടത്താൻ പറ്റില്ല PSC പരീക്ഷ. അത് ഒരുപാട് ഈ നടപടികളും അല്ലെങ്കിൽ നൂലാമാലകളും ഉണ്ട്. അതായത് ഇന്ന് ഈ ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ കിട്ടിയ ഉദ്യോഗാർത്ഥികളുണ്ട്. ആ ഒരു ഒന്നും അറിയാത്ത ഈ ഒരു പരീക്ഷ എഴുതി വെച്ചിട്ട് ഉദ്യോഗാർത്ഥികൾ പോയി കുറച്ചു നേരം കഴിയുമ്പോൾ, ഉച്ച കഴിയുമ്പോഴാണ് ഈ ഒരു വാർത്താ റിപ്പോർട്ടുകൾ കാണുന്നത്. ഈ ക്വസ്റ്റ്യൻ പേപ്പർ രാവിലത്തേന് പകരം ഉച്ചക്കുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് കൊടുത്തത്, അതുകൊണ്ട് ഇന്നത്തെ ഈ ഒരു പേപ്പർ റദ്ദാക്കിയതായി അറിയിക്കുന്നു എന്ന് PSCയുടെ 4 വരി മാത്രം ദൈർഘ്യമുള്ള ഉത്തരവ്. ഇതുകൊണ്ട് ആ ഒരു ഇത്ര മണിക്കൂർ, 1.5 മണിക്കൂർ കിലോമീറ്ററുകളോളെല്ലാം സഞ്ചരിച്ച് പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികളുടെ ഒരു മാനസികാവസ്ഥ ഈ PSC കാണില്ല. അല്ലെങ്കിൽ അത് കാണാൻ PSCക്ക് താല്പര്യമില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. പക്ഷെ ഇതുപോലുള്ള ഈ ഒരു പുഴുക്കുത്തുകളെ PSCയിൽ നിന്ന് പുറത്താക്കാൻ ഇനിയെങ്കിലും ഈ സർക്കാർ ശ്രമിച്ചില്ലെങ്കിൽ ഈ മുൻ സർക്കാരിലുണ്ടായിരുന്ന ആ ഒരു കളങ്കം ഈ നിങ്ങളിലേക്കും പകരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല.
വീട്ടിലെ കുറ്റപ്പെടുത്തലും പുച്ഛവും ഒക്കെ കേട്ടായിരിക്കും മിക്കവരും PSC എന്ന് പറഞ്ഞ് നടക്കുന്നത്. നമുക്കറിയാം ഇപ്പം എല്ലാവരുടെയും മനസ്സിലുണ്ട് PSCക്ക് പോയിട്ടൊന്നും ഒരു കാര്യമില്ല. PSC പഠിക്കുക എന്ന് പറയുമ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ വലിയ രീതിയിൽ പറയുമെങ്കിൽ ഇപ്പം എല്ലാവർക്കും പുച്ഛമാണ്. ഇപ്പം ഇന്നത്തെ എക്സാമിൻ്റെ കഴിയാണെങ്കിലും അത്രയും ദിവസം പഠിച്ചു വന്നത് മാത്രമല്ല, ഈ രാവിലെ എക്സാം എഴുതിയവർ 10, 30, 40 കിലോമീറ്റർ യാത്ര ചെയ്തായിരിക്കും എക്സാം എഴുതാൻ വരുന്നത്. കാരണം നമുക്കറിയാം അടുത്തൊന്നും PSC സെൻറ്റർ വെക്കത്തില്ല, കുറച്ച് ദൂരെ മാത്രമേ സെൻറ്റേഴ്സ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ 30 കിലോമീറ്റർ ഒക്കെ സഞ്ചരിച്ച് വന്ന് എക്സാം എഴുതി വന്ന് വൈകിട്ടായപ്പോൾ ഉച്ചയായപ്പോൾ അറിയുന്നു എക്സാം ഇല്ല, ക്വസ്റ്റ്യൻ പേപ്പർ മാറിപ്പോയി. അപ്പം ഒരു വിദ്യാർത്ഥികളുടെ കഷ്ടപ്പാടിന് അല്ലെങ്കിൽ അവരുടെ ഇതൊന്നും ഇവർക്ക് കാണുകയും വേണ്ട, ഒന്നും വേണ്ട. ഇപ്പോൾ PSC എന്ന് പറയുന്നത് തന്നെ ഒരു തട്ടിപ്പാണെന്ന് തന്നെ തോന്നുകയാണ് എല്ലാവർക്കും. അതെ, ഇപ്പൊ PSCയോടുള്ള ഒരു മുമ്പുണ്ടായിരുന്ന ഒരു വിശ്വാസ്യത ഇപ്പോൾ എല്ലാവർക്കും ഭൂരിഭാഗം ഉദ്യോഗാർത്ഥികൾ നഷ്ടപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. അത് ശരിക്കും പറഞ്ഞാൽ ഇല്ലാതാക്കിയതാണ് കുറച്ച് പേർ. അത് മാത്രമല്ല, ഇന്ന് ഞാൻ മറ്റൊരു വിഷ്വൽ കണ്ടു. അതായത് നമ്മുടെ പാലക്കാടുള്ള ജില്ലാ PSCയുടെ ആസ്ഥാനത്തേക്ക് SFIയുടെ നേതൃത്വത്തിൽ, ഓർക്കണം, SFIയുടെ നേതൃത്വത്തിൽ ഇന്ന് സംഭവിച്ച ഈ ഒരു പിഴവിന്റെ പേരിൽ സമരം നടത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഈ പോലീസിന്റെ റാങ്ക് ലിസ്റ്റ് റദ്ദാക്കുന്നതിന് മുമ്പുള്ള ഉദ്യോഗാർത്ഥികൾ ഒരു സമരം ചെയ്തിട്ടുണ്ട്. അതായത് ക്ഷേമപ്രദർശനം ചെയ്തും മുട്ടയടിച്ചും അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും എല്ലാം ചെയ്തപ്പോൾ ആ സമയത്ത് മിണ്ടാൻ പറ്റാതിരുന്ന ഒരു സംഘടന ഇന്ന് പുറത്തിറക്കുന്നുണ്ട്. ഇന്ന് പുറത്തിറങ്ങിയപ്പോൾ ഏറ്റവും കൂടുതൽ ആദ്യം വിളിച്ചത് ഇവിടെ ഇന്ന് ഭരിക്കുന്ന സർക്കാരിനെയാണ്. അപ്പൊ ഇതിനു മുമ്പുള്ള സർക്കാർ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾക്ക് എന്തുകൊണ്ട് SFI അവരെ കുറ്റം പറഞ്ഞില്ല, അല്ലെങ്കിൽ ആ ഒരു സർക്കാരിനെതിരെ മുദ്രാവാക്യം വിളിച്ചില്ല എന്ന് ചോദിക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ഈ ഒരു പ്രവൃത്തി കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലായില്ലേ, ഇന്ന് നടന്ന ഈ ഒരു അലക്ഷ്യമായിട്ടുള്ള ആ ഒരു പ്രവൃത്തി അത് രാഷ്ട്രീയമാക്കി മാറ്റാനുള്ള ചിലരുടെ ദുഷ്ടലാക്ക് നമുക്ക് ഇന്ന് പാലക്കാട് കണ്ടു. അപ്പോ ഞാൻ ചോദിക്കുകയാണ്, അതായത് നമ്മുടെ ഈ ആസൂത്രണ ബോർഡിലുള്ള ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കിയവരിൽ, അല്ലെങ്കിൽ ഈ PSC ചെയർമാൻ അല്ലെങ്കിൽ PSC ബോർഡിലുള്ള ഭൂരിഭാഗം അല്ലെങ്കിൽ ഒട്ടുമിക്ക സ്റ്റാഫുകളും ഈ ഒരു ഇടത് സംഘടനയുമായിട്ട് ബന്ധപ്പെട്ട് അവരുമായിട്ടുള്ള അനുകൂല സംഘടനകളാണ്. അപ്പോൾ അവർ വഴി ഈ ഒരു PSCയിൽ നിന്നുള്ള ആ ഒരു ക്വസ്റ്റ്യൻസും അല്ലെങ്കിൽ ആ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറാക്കിയ സംഭവങ്ങളെല്ലാം ചോരാൻ സാധ്യതയില്ലേ? അങ്ങനെ ചോർന്നിട്ടാവില്ലേ ഒരു പക്ഷേ ഇതുപോലെ ഈ പല PSC പരീക്ഷകളിലും അട്ടിമറി ഉണ്ടായിരിക്കുന്നത്? അങ്ങനെ ഇതൊന്നും അറിഞ്ഞിട്ടും അറിയാത്ത രീതിയിലാണ് ഇന്ന് SFIയുടെ ആ ഒരു പാലക്കാട് ഉണ്ടായിരുന്ന പ്രകടനം. അപ്പോൾ എനിക്ക് മനസ്സിലാകാത്തതാണ്, നമ്മുടെ ഈ നീറ്റ് പരീക്ഷയിൽ ABVP അല്ലെങ്കിൽ യുവമോർച്ച യുവസംഘടനകൾ എങ്ങനെ മിണ്ടാതിരുന്നോ അതേ സംഭവത്തിലായിരുന്നു കുറച്ചു കാലം വരെ SFI PSC വിഷയത്തിൽ മിണ്ടാതിരുന്നത്. ഏകദേശം ഇപ്പൊ നീറ്റ് പരീക്ഷ ചോർച്ചയും PSC ചോർച്ചയും ഏറെക്കുറെ ഒരുപോലെയാണ്. ഒരു ഘട്ടം വന്നപ്പോൾ, വേറൊരു സർക്കാർ വന്നപ്പോൾ PSCയിൽ വന്നൊരു പിഴവ് വലിയൊരു പാകപ്പിഴവായി ചൂണ്ടിക്കാട്ടി SFI അതിനെതിരെ മുദ്രാവാക്യം ചെയ്യാണ്. കഴിഞ്ഞ ദിവസം നമ്മളിതിൽ സംസാരിച്ചിട്ടുണ്ട്. ഈ ഒരു PSCയിൽ ഉണ്ടായിരുന്ന അലക്ഷ്യത അല്ലെങ്കിൽ ഈ ഒരു ക്രമക്കേടിനെയും കുറിച്ച് ABVP സമരം നടത്തിയിരുന്നു. യുവമോർച്ചയുടെ ABVP സമരം നടത്തിയിരുന്നു. ആ സമയത്ത് നീറ്റ് ചോദ്യ പേപ്പറിന്റെ ചോർച്ചയുടെ പേരിൽ, അല്ലെങ്കിൽ 22 ലക്ഷം വിദ്യാർത്ഥികളുടെ ആ ഒരു ഭാവി വെള്ളത്തിലാക്കിയ നീറ്റ് പരീക്ഷ ചോർച്ചയുടെ പേരിൽ സമരം നടത്താത്ത ABVP അല്ലെങ്കിൽ യുവമോർച്ച SFIയുടെ കാര്യത്തിൽ വന്നപ്പോൾ എന്ത് കരുതലോടെ അല്ലെങ്കിൽ എന്തൊരു ആത്മാർത്ഥതയോടെയാണ് അവർ സമരം ചെയ്തതെന്ന് ഓർക്കണം. അപ്പോൾ ഈ ഒരു സമരം ചെയ്യുന്നവരുടെ ആ ഒരു രാഷ്ട്രീയ ലാക്കുണ്ടല്ലോ, അവർ തന്നെ മനസ്സിലാക്കണം ഈ ഒരു ചോദ്യപേപ്പർ തയ്യാറാക്കിയതിന്റെയും അല്ലെങ്കിൽ ഇതുപോലുള്ള ഓരോ PSC ബോർഡുകളിലുമുള്ള ഏത് രാഷ്ട്രീയ പാർട്ടികളിലുള്ളവരാണ് അധികാരത്തിലുള്ളതെന്ന്. എന്നിട്ട് വേണം ഈ സർക്കാരിനെതിരെ വാളെടുക്കാനും ഈ ഒരു തെരുവിൽ കിടന്ന് തമ്മിത്തല്ലാനും.